പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെ കാലം പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 119:11 വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തെ നാം പ്രമാണിക്കുകയാണെങ്കിൽ പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം അത് നമ്മെ ജീവിപ്പിക്കുന്നതാണ്. അതായത് ജീവനും ചൈതന്യവും പകർന്നു നൽകുന്നതാണ്. അത് നമ്മെ കുറ്റബോധം വരുത്തുന്നു. ദൈവത്തിൻ്റെ വചനം നിർമ്മല വചനമാണ്. ദൈവവചനത്താലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൻ്റെ വചനം രക്ഷിക്കുന്ന വചനമായതുകൊണ്ട് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇത് ന്യായം വിധിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ വചനം വെളിപ്പാടുകളുടെയും കൽപ്പനകളുടെയും വാഗ്ദത്തങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവവചനത്തെ നാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:29 എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. എത്രമാത്രം പവർഫുള്ളായ ദൈവവചനമാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. നോക്കൂ പ്രിയമക്കൾ, നമുക്ക് എങ്ങനെ പാപത്തിൻ്റെ അധീനതയിൽ പോകുവാനിടയാകും? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം തീ പോലെ, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ഹല്ലേലൂയ. നമുക്ക് പാപത്തിൻ്റെ അധീനതയിൽ പോകുവാൻ ഒരിക്കലും ഇടയാകത്തില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം നാം നോക്കുമ്പോൾ 4:12 എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തരമുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നോക്കൂ, നാം ഏത് കാര്യങ്ങൾ ചിന്തിച്ചാലും അതിനെ വിവേചിച്ച് അറിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം അണ്ണാക്കിനും മധുരം നൽകുന്നതാണ്, അവ വായ്ക്ക് തേനിലും നല്ലതാണ്. ഹല്ലേലൂയ. നോക്കൂ, കൂടാതെ നമ്മുടെ കാലിന് ദീപമായും പാതയ്ക്ക് പ്രകാശവുമായി ദൈവത്തിൻ്റെ വചനമായിരിക്കുന്നു. ദൈവവചനം ദീപമായി പ്രകാശമായി നമ്മോട് കൂടെയുള്ളപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. കൂടാതെ ദൈവഹിതമില്ലാത്ത വഴികളിൽ പോകുവാൻ നമ്മെ സമ്മതിക്കുകയുമില്ല. സദൃശവാക്യങ്ങൾ 16:20 തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയരെ, നന്മ പ്രാപിക്കണമെങ്കിൽ ദൈവവചനം നാം പ്രമാണിക്കുകയും അനുസരിക്കുകയും അതിലൂടെ നമ്മൾ പ്രമാണിച്ച് ജീവിക്കുകയും ചെയ്യുക. ദൈവവചനം പ്രമാണിച്ച് യഹോവയിൽ ആശ്രയിക്കുന്ന മക്കൾ ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് സമാധാനവും സത്യവും ഉണ്ടാകുന്നു, അത് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രിയ മക്കളെ, നോക്കൂ, ദൈവത്തിൻ്റെ വചനം അത് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ, കർത്താപ്പച്ചൻ അയക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ, ഹല്ലേലൂയ, നിവർത്തിച്ചു തരുവാൻ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം തീ പോലെയാണ്. അത് ഹല്ലേലൂയ, വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഹല്ലേലൂയ, അത് വെറുതെ വരത്തില്ല. അത് ഓരോ കാര്യങ്ങളും നിവർത്തീകരിച്ച് മാത്രമേ മടങ്ങി വരികയുള്ളൂ. പ്രിയമക്കളെ, അത്രമാത്രം ശക്തിയോടുകൂടിയുള്ള ദൈവത്തിൻ്റെ വചനം നാം ഓരോരുത്തരും അത് പ്രമാണിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ആവർത്തന പുസ്തകം നാം നോക്കുമ്പോൾ 27:26 കാണുന്നു, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നോക്കൂ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം നാം ഓരോരുത്തരും അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. എന്നാൽ ദീർഘായുസോടിരിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കണം. ആവർത്തന പുസ്തകം 11:9 പറഞ്ഞിരിക്കുന്നു. നമുക്ക് ദീർഘായുസ് ഉണ്ടാകണോ? ദൈവകൽപ്പന, ദൈവവചനം അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. സങ്കീർത്തനങ്ങൾ 39:1 ദാവീദ് പറയുകയാണ്, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും
ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. പ്രീതിമക്കളെ നോക്കൂ, ദൈവത്തിന്റെ വചനം അത്രമാത്രം പവർഫുൾ ആയത്. നോക്ക്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. നമ്മുടെ നാവ്, വായിൽ വരുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ വചനമായിരിക്കണം നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് വായ് കടിഞ്ഞാണിട്ട് കാക്കണം, വേണ്ടാത്തത് പറയുവാനുള്ളതല്ല. വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. വിവിധ തരത്തിൽ പാപം ചെയ്യുവാൻ ഇടയായിത്തീരും. പക്ഷേ നാം കടിഞ്ഞാണിട്ട് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു 3:5, നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. ഹല്ലേലൂയ. പ്രിയമക്കളെ, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു എന്ന് നാം ഓർക്കുക. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15:34 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് പറയുന്നു. ഹല്ലേലൂയ. പ്രിയമക്കൾ, ഈ ദിവസങ്ങൾ നമ്മൾ പരിജ്ഞാനമുള്ളവരായി ദൈവവചനത്തിൽ ആശ്രയം ആയിരിക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 2:1 പറഞ്ഞിരിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, നാം എപ്പോഴും ഈ വാക്യം ഓർക്കണം. നമ്മുടെ പിതാവിന്റെ അടുക്കൽ എപ്പോഴും പുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം പാപത്തിന്റെ, അതായത് പിശാചിന്റെ മക്കളാകാതെ ദൈവത്തിന്റെ മക്കളായി ജീവിക്കണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം നാം ഉരുവിട്ട് കർത്താവിന്റെ പ്രിയമക്കളായി നാം ഓരോ ദിനവും വളരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവൻ പകർന്നു തരുന്ന, ഹല്ലേലൂയ, നമ്മെ നേർപാതയിലൂടെ നടത്തുന്ന ദൈവവചനത്തെ നാം ആശ്രയം ഉൾക്കൊള്ളുന്നവരായി, ആശ്രയം പതിപ്പിച്ച്, ഹല്ലേലൂയ, ദൈവത്തിൽ നമ്മുടെ, ഹല്ലേലൂയ, മുൻതൂക്കം മുഴുവനും കൊടുക്കുന്നവരായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന്. പ്രിയ മക്കളെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാണെങ്കിൽ നമ്മൾ പാപം ചെയ്യുവാൻ ഇടയാകത്തില്ല. നമ്മെ നേർപാതയിലൂടെ നടത്തും, പോകേണ്ടുന്ന പാതകൾ നമുക്ക് ഒരുക്കി തരും. ഈ ദിവസങ്ങളിൽ ദൈവസനെ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാണ്, നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രിയ മക്കളെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സംഗ്രഹിക്കണം. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും ഓർമ്മ തരുന്ന എന്താണ്? മകനെ, മകളെ, ഇതാണ് നല്ല വഴി എന്ന് പറഞ്ഞ് നേർനിലത്തിലൂടെ നടത്തുന്ന നമ്മുടെ പിതാവിന്റെ വചനം ഓരോന്നും, ദൈവവചനം ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നേരായ പാതയിലൂടെ നടക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പാപത്തിന്റെ അനേക, ഹല്ലേലൂയ, വഴികൾ ഓരോന്നും തുറന്നു തരുവാൻ പിശാച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക, നാം വേണ്ടാത്ത വഴിയിൽ, ആ വലയിൽ കുടുങ്ങുവാൻ ഒരിക്കലും ഇടയായിത്തീരല്ല. ഹല്ലേലൂയ. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഉരുവിടണം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. ഈ ദിവസങ്ങൾ അതൊക്കെ മനസ്സിലാക്കി നാം മുന്നേറണം. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം പറയുവാൻ വളരെയധികം, ഹല്ലേലൂയ, വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, ന്യായപ്രമാണം ഓരോന്നും നമ്മൾ ഓരോരുത്തരും ദൈവവചനമൊക്കെ പഠിച്ച് അത് ഉരുവിടുന്നവരായി തന്നെ തീരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മെ വിളിച്ചറിയിക്കുന്നത് കർത്താവ് വരാറായി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവവചനം നാം പറയേണ്ടതുപോലെ പറയുകയും അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് സംഗ്രഹിക്കുകയും ചെയ്യുക. കർത്താവിന് വേണ്ടി നമുക്കായി തീരാം. ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി വളരാം. കർത്താവിന്റെ വചനം അത് ജീവിപ്പിക്കുന്ന വചനമാണ്. നമുക്കതിൽ തന്നെ ആശ്രയം വെക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവാജു, മുംബൈ. ഹല്ലേലൂയ.